ഹായ്, നമുക്കിന്ന് തണ്ണിമത്തം വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാം. ഇത് ഇഫ്താറിനൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ്. നോമ്പ് തുറക്കി ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ വിശപ്പും ദാഹവും ഒക്കെ പമ്പ അടക്കും. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഒരുപാട് ഗസ്റ്റൊക്കെ ഉള്ളപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. 5 മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കി എടുക്കാൻ. കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് കാണാം. അപ്പം ഞാൻ ഇതിലോട്ട് 2 കപ്പ് തണ്ണിമത്തൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. മാക്സിമം കുരുവൊക്കെ കളഞ്ഞിട്ട് എടുക്കുക. ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞേ ഉള്ളൂ. സീഡ്ലെസ് ആയിട്ടുള്ള തണ്ണിമത്തനൊന്നും ഇപ്പോൾ കൂടുതൽ വാങ്ങാൻ കിട്ടുന്നില്ല. ഇപ്പോൾ വാങ്ങിച്ച തണ്ണിമത്തനിൽ ചെറിയ സീഡ്സ് ആണ്. അപ്പോൾ അതെടുത്ത് മാറ്റാനും പാടാണ്. ചെറുതായതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ കഴിക്കുമ്പോൾ എടുത്ത് മാറ്റാം. അപ്പോൾ മാക്സിമം കുരു കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. മധുരം കൂടിയ തണ്ണിമത്തനാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. ഇനി ഒരു തവി കൊണ്ടോ സ്പൂണോ കൊണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോണ സേമിയ ആണ്. 1/2 കപ്പ് സേമിയ വേവിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സേമിയ വേവിച്ചപ്പോൾ 1-2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളിത് കുടിക്കുമ്പോൾ സേമിയ കഴിക്കുമ്പോൾ മധുരം ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കുക. ഇനി അതും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് 2 കപ്പ് തണുപ്പിച്ച പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പാല് തണുപ്പിച്ച് ചേർക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പുറത്ത് വെച്ച് തണുപ്പിക്കുക. എന്നിട്ട് ഫ്രീസറിൽ വല്ലതും വെച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1/2 മുതൽ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മധുരം നോക്കുക, മധുരം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. നമ്മൾ സാധാരണ തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുന്നേക്കാളും ഒക്കെ ടേസ്റ്റാണ്. കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങിച്ച് കുടിക്കും. പിന്നെ നോമ്പ് തുറക്കൊക്കെ ആണെങ്കിൽ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. കുറച്ച് നേരത്തേക്ക് വിശപ്പും ദാഹവും ഒന്നും കാണില്ല. പിന്നെ പാല് ചേർക്കുമ്പോൾ വെള്ളം ചേർക്കാത്ത പാല് വേണം കേട്ടോ ചേർക്കാൻ. കുറച്ച് കട്ടിയുള്ള പാല് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.